അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ രണ്ടാം ദിവസം ഇന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ച് രക്ഷാപ്രവർത്തകർ ഒപ്പം നിൽക്കുന്നുണ്ട്. ഒരു നാടിനൊപ്പം നിന്ന് കേരളം പ്രവർത്തിക്കുന്നു, ആ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നൽകിയ ശേഷം ഹെലികോപ്റ്റർ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത് പ്രധാനമായും ഈ ഉത്ഭവ പ്രദേശത്ത്, ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ പ്രദേശത്തേക്ക് കൂടുതൽ സേനാംഗങ്ങൾ കടന്നു ചെന്നുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. മുണ്ടക്കൈ മേഖലകളിലേക്ക്, അട്ടമല മേഖലയിലേക്കൊക്കെ കടന്നു ചെന്നുള്ള രക്ഷാപ്രവർത്തനം. കുടുങ്ങിപ്പോയ എല്ലാവരെയും, ഒരാൾ പോലും ഇല്ല എന്നുറപ്പാക്കി എല്ലാവരെയും താഴെ എത്തിക്കാനുള്ള ശ്രമമാണ് രാവിലെ മുതൽ തന്നെ നടക്കുന്നത്. 6 മണി മുതൽ തന്നെ രക്ഷാദൗത്യം ആരംഭിച്ചു. ഇത്രയും സമയമായിട്ടും എല്ലാവരെയും ഏറ്റവും ദുർഘടമായ പാത വരെ താണ്ടി വടം ഉപയോഗിച്ച്, ചെങ്കുത്തായ മേഖലകളിലൊക്കെ വടം ഉപയോഗിച്ച് പുഴകൾ മറികടന്ന് കൊച്ചു കുഞ്ഞുങ്ങളെയും ശാരീരിക അസ്വസ്ഥതയുള്ളവരെയും ഒക്കെ കരുതലോടെ ചേർത്ത് പിടിച്ചാണ് രക്ഷാസംഘങ്ങൾ താഴേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയെല്ലാം ഒപ്പം തന്നെ മറുവശത്ത് വീടുകളിൽ കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം, മറ്റൊരു വശത്ത് കാണാതായവർക്കായുള്ള തിരച്ചിൽ, മണ്ണിനടിയിൽ അകപ്പെട്ടു പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം. ദൗത്യങ്ങളിലേക്ക് എല്ലാവരും നീങ്ങിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ക്യാമറാമാൻ അരുണാണ് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. നമ്മളുടെ ഡ്രൈവർ ഗോകുല് എല്ലാ ഘട്ടത്തിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഗോകുല് നമ്മളുടെ കൂട്ടത്തിൽ നിന്നും മാറിയ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ഭാഗമായി അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. അവരുടെ വസ്ത്രങ്ങളും മറ്റും താഴേക്ക് എത്തിക്കാനും മറ്റും എല്ലാ ശ്രമത്തിലും ഗോകുല് ഭാഗമാകുകയും ചെയ്തു. അങ്ങനെ എന്തായാലും ആ ഒരു വലിയൊരു ഓപ്പറേഷൻ ഇവിടെ പൂർത്തിയാകുകയാണ്. ഇനി ദൗത്യസംഘം നമ്മളുടെ സൈഡിൽ കൂടെയും പുറകിൽ കൂടെയും ഇവർ നടന്നു നീങ്ങുന്നത് ഈ ദുരന്തഭൂമിയിലെ മറ്റു മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്താനും തിരച്ചിൽ നടത്താനുമാണ്. ഏതായാലും ആ ദൗത്യം തുടരുകയാണ്. വിശ്രമമില്ലാത്ത മണിക്കൂറുകളിൽ ആളുകൾ ഈ ഒരു ദൗത്യഭൂമിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ആസിഫ്, ഒരു ദുരന്തഭൂമിയിലെ പക്വമായ മാധ്യമപ്രവർത്തനം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് രാവിലെ മുതൽ ആസിഫ് ആ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായതും. ഓരോ തവണ മുന്നോട്ട് പോകുമ്പോഴും ആസിഫ് പറയുന്നുണ്ടായിരുന്നു, സൈന്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗത്ത് വെച്ച് നിർത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ദുരന്ത മേഖലയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതും ആ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതും. അത് പൂർണ്ണമായും നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ആസിഫ് ഇക്കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്കും ഞങ്ങളിലേക്കും ഒക്കെ എത്തിച്ചതും. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി, ദുരന്തഭൂമിയിലെ ഭീകരത, രക്ഷപ്പെട്ടവരെ തിരികെ എത്തിക്കുമ്പോൾ അവരുടെ കണ്ണിലെ സന്തോഷം, അതെല്ലാം അത്രയും ആഴത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ട് ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായത്.